السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ഇൻഷാല്ലാ നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 21-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وكذلك أعثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها إذ يتنازعون بينهم أمرهم فقالوا ابنوا عليهم بنيانا ربهم أعلم بهم قال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. നമ്മളിവിടെ യുവാക്കളുടെ ഗുഹയിലുണ്ടായ കഥ തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ട് ഈ ആയത്തിലുമുള്ളത്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഗുഹയിൽ കിടന്നു ഉറങ്ങിയ ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു അവരെ എണീപ്പിച്ച് സാധാരണ ഒരു നിലയിലേക്ക് തന്നെ അവരെ തിരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ച് അവർ ആ സമയത്ത് എണീറ്റ ഉടനെ തമ്മിൽ അവരുടെ സംസാരവും സംഭാഷണമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഇതിലുണ്ടായി. അപ്പോൾ ഒരാൾ ഇതുപോലെ തന്നെ അവർ ടൗണിലേക്ക് അയച്ചിട്ട് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി അവരയച്ച്. അപ്പോൾ പ്രത്യേകമായി അവർ പറയുന്നുണ്ടായിരുന്നു, സൂക്ഷിക്കണം, ആരും കാണരുത്. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ ഇതിൽ വരുന്നത്. അവിടുന്ന് അവർ അയച്ച് ആരും കാണരുത് എന്ന് പറഞ്ഞ താക്കീതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹു അവരുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ചത്. നേരെ മറിച്ച് അവരെ കയ്യിൽ കൊണ്ടുപോയ ആ പൈസ 300 കൊല്ലം മുന്നേ ഉണ്ടായത് കാരണത്താൽ അവരെ കയ്യിൽ കണ്ട ഉടനെ ആൾക്കാർക്ക് മനസ്സിലായി ഇവർ ഈ സമയത്തുള്ള ആൾക്കാരല്ല. അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ സംഭവങ്ങളൊക്കെ മാറ്റം വന്ന് അപ്പം തന്നെ കൂടുതലും അവരെ തിരിച്ചറിയാൻ തുടങ്ങി. ആൾക്കാർ അവരെ തിരിച്ചറിഞ്ഞ് എന്താണോ ഭയന്നിരുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ് സംഭവിച്ചത്. ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇവർ ഈ കാലഘട്ടത്തിലുള്ള ആളല്ല. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അത് വെളിവാക്കാൻ ഉദ്ദേശിച്ച് ആണ് അത് ആ ലെവലിൽ ആ അവസ്ഥയിൽ സംഭവിച്ചത്. അതാണ് ഇവിടെ അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വകദാലിക അഅ്സർന അലൈഹിം, വകദാലിക അപ്രകാരം തന്നെ നാം വെളിവാക്കി കൊടുത്തു. എന്നുവെച്ചാൽ ആ സന്ദർഭം അവരെ അള്ളാഹു ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഗുഹയിൽ അവരിങ്ങനെ താമസിച്ചിട്ട് ഉണ്ട്. ആ ഒരു സിറ്റുവേഷന് ആണ് നടന്നുകൊണ്ടിരുന്നതെന്ന കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു. ഇങ്ങനൊരു പ്രത്യേകമായൊരു ദൃഷ്ടാന്തം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ അറിഞ്ഞു. ആ സന്ദർഭം വരുമ്പോഴേക്ക് മൊത്തം മാറ്റം വന്ന് അവിടെ ഇസ്ലാം പ്രചാരണത്തിലുള്ള ഒരു അവസ്ഥയിലുണ്ടായി. മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ ഈ ഒരു സംഭവം കണ്ട് ഇസ്ലാമിലേക്ക് വരികയും, കാരണം അള്ളാഹുവിന് പുനർജന്മം എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ജനിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ചിലവർ കാഫര്യങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് സംഭവിക്കുക, കാരണം മണ്ണായതിന് ശേഷം പിന്നെയും ജനിപ്പിക്കാൻ പറ്റുമോ, പിന്നെയും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിൽ ആ ഒരു ഉത്തരവും കൂടിയാണ് എത്ര കാലം വേണമെങ്കിലും ഉറക്കിക്കടത്തിയിട്ട് സാധാരണ പോലെ അള്ളാഹു തിരിച്ചു കൊണ്ടുവന്നത്. അതൊരു വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു പറയുന്നത്.
അപ്പോൾ അവരെ കൃത്യമായി സംരക്ഷിക്കുകയും അതേപോലെ അവരെ ദീനിനെയും അള്ളാഹു സംരക്ഷിച്ചു. പിന്നെ വന്ന സമയം പിന്നീട് അവിടെ ഉണ്ടായ ആൾക്കാർ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന മുഅ്മിനീങ്ങളായിരുന്നു. ഈ പറഞ്ഞ ബിംബാരാധനകൾ ഉണ്ടായ പിന്നെ സിറ്റുവേഷൻ ആ കാലഘട്ടമൊക്കെ കാലങ്ങൾ കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതിനാൽ പിന്നെ അള്ളാഹു എന്താ പറയുന്നത്, ഈ അള്ളാഹു ഇവിടെ ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് എന്താ പറയുന്നത്, ലിയഅലമു അവരറിയുവാൻ വേണ്ടി അന്ന വഅദല്ലാഹി ഹഖ് നിശ്ചയമായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്താണ്, സത്യമാണ്. സത്യമായി യഥാർത്ഥമായിട്ടാണ് അള്ളാഹു എന്ത് വാഗ്ദാനം ചെയ്താലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഒരു പോർഷൻ മാത്രം നമുക്കിവിടെ പോസ് ചെയ്ത് കുറേ സംസാരിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാം റബ്ബ് പറയുന്നുണ്ട്, സത്യമാണ് ഞാൻ പറയുന്നത്, അള്ളാഹു പറയുന്ന ഒന്നും കളവില്ല. സ്വർഗം ഉണ്ട്, നരകമുണ്ട്. പിന്നെ നമ്മളെ ഈ ജീവിതം നമ്മളിവിടെ താൽക്കാലികമായിട്ടുള്ളതാണ്. നമ്മളിത് ടെസ്റ്റിന് വേണ്ടി ഇറക്കിയതാണ്. നമ്മൾ നാളെ റബ്ബിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ശാശ്വതമായ അവിടെയാണ് ജീവിതം. നമുക്ക് ഇവിടെ ദുനിയാവല്ല, ദുനിയാവിലുള്ളത് നമുക്കെല്ലാം ടെസ്റ്റാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ദുനിയാവിൽ ഓരോരുത്തരെയും ഇറക്കിയത്, നമ്മളെ പിന്നെ ആരാണ് അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് എടുക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിജയികളായി, അല്ലെങ്കിൽ അവർ നഷ്ടക്കാരായി. അതാണ് ഈ ഒരു വാഗ്ദാനം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു തെറ്റിക്കൂല. ഏതൊരു വാഗ്ദാനം റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു ഒരിക്കലും കളവ് പറയൂല, അള്ളാഹുവിൻ്റെ മുകളിൽ ദുൽമ ചെയ്യൂല. അതൊക്കെ അള്ളാഹു ഹറാമാണ്. അള്ളാഹു ഈ പൂർണ്ണതയോടും കൂടിയില്ല, ഒരു എന്താ പറയണ്ടേ കുറവും ഇല്ലാത്ത റബ്ബ്, എല്ലാം കഴിവുള്ള, എല്ലാത്തിനും പൂർണ്ണമായിട്ടുള്ളതാണ് നമ്മുടെ റബ്ബ്. അപ്പോൾ അള്ളാഹു അതാണ് ഇവിടെ പറയുന്നത്, ഈ യുവാക്കളുടെ ഈമാന് സംരക്ഷിച്ച് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള അവരെ സംരക്ഷണത്തിനുള്ള വാഗ്ദാനം അള്ളാഹു അവിടെ നിറവേറ്റി. അതുകൂടാണ്ട് അവരെ അങ്ങേയറ്റത്തെ പിന്നെ രീതിയിൽ അവരെ ശരീരവും എല്ലാം സംരക്ഷിച്ച്. പിന്നെ അതേപോലെ തന്നെ അള്ളാഹു അതാണ് ഇതിൻ്റെ തുടർ ആയത്ത് വരുന്നത്, അന്നസ്സാഅ ലാ റൈബ ഫീഹ നിശ്ചയമായും എന്താണ് അന്ത്യസമയം ലാ റൈബ ഫീഹ ഒരു സംശയം വേണ്ട. ഇതൊക്കെ ഞാൻ എന്ത് കാര്യം ഉണ്ടാകുന്നത് സംഭവിക്കുന്നത് പോലെ തന്നെ ഇവിടെ എന്ത് ദൃഷ്ടാന്തങ്ങൾ ചെറുതായിട്ട് സംഭവിക്കുന്നത് ഇതൊന്നും അള്ളാഹുക്ക് വലുതല്ല എന്ന് സ്റ്റാർട്ടിങ്ങുള്ളൊരു ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത്. ഇതൊന്നുമല്ല എനിക്ക് ആജബ ഇത് അത്ഭുതമായി കാണേണ്ട ഒരു സംഗതിയല്ല. കാരണം അത്രയും വലിയ വലിയ സംഭവങ്ങളൊക്കെ റബ്ബ് അതിലും വലുതൊക്കെ പിന്നെ നബിമാർക്ക് ദൃഷ്ടാന്തങ്ങളായി കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കും ഒന്നുമല്ല. അപ്പം ഇത് ജസ്റ്റ് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ഉറങ്ങിയാൽ പോലും അള്ളാഹ്ക്ക് ആ വ്യക്തിനെ കാലങ്ങളോളം ഉറക്കി രണ്ടാമത് തിരിച്ച് ആ വ്യക്തിനെ സാധാരണ രീതിയിൽ കൊണ്ടുവരാനൊക്കെ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഉറക്കിൻ്റെ അവസ്ഥ ഈ അവസ്ഥയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും സാധാരണ പോലെ എണീറ്റ് വരാൻ ശരീരത്തോടും കൂടി തിരിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്താൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല. ഓരോ കാര്യവും റബ്ബ് പറഞ്ഞ് അങ്ങനെ സംഭവിക്കും എന്ന് ഖുർആനിൽ അള്ളാഹു പ്രത്യേകമായി പറഞ്ഞിരുന്നുണ്ട്. നബി നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യം ഹദീസിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇന്ന വഅദല്ലാഹി ഹഖ് നിശ്ചയമായും ഹഖാണ്, അള്ളാഹുവിൻ്റെ സത്യമാണ്, ഒരു സംശയം വേണ്ട. അതുകൂടാണ്ട് അതേപോലെ തന്നെ അപ്പം നമ്മൾ അന്ത്യം സമയം എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഈ പറയുന്ന ഖിയാമത്ത് നാളെ അവസരം മാത്രമല്ല. സ്റ്റാർട്ട് ചെയ്യുന്ന ആ സാഅത്തിൻ്റെ തുടക്കം ഒരു മനുഷ്യനിക്ക് തുടങ്ങുന്നത് മരണത്തോടും കൂടിയിട്ടാണ്. കാരണം ബർസഖി ജീവിതം, ഈ ഭൂമിയിലുള്ള നമ്മൾ ഈ ദുനിയവിയായ ജീവിതം അവിടുന്ന് അവസാനിക്കുന്നു. പിന്നീട് നമ്മൾ
റൂഹ് മരിക്കുന്നില്ല, മരണപ്പെടുന്നത് ശരീരം മാത്രമാണ്. റൂഹ് അവിടുന്ന് വേറൊരു ഘട്ടത്തിലേക്ക്, വേറൊരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നല്ല വിഭാഗം ആൾക്കാരെന്ന് വെച്ചാൽ മുഅ്മിനീങ്ങളായ ആൾക്കാരാണെങ്കിൽ അവരുടെ ആ ജീവിതം വളരെ സന്തോഷകരമായ ജീവിതമായിരിക്കും. കാരണം അവർ ഓൾറെഡി അവർ അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ട് വന്നത്. നേരെ തിരിച്ചായിരിക്കും അള്ളാഹുവിൽ വിശ്വസിക്കാതെ അള്ളാഹുവിൽ ധിക്കരിച്ച് ജീവിച്ച എല്ലാ വിഭാഗം ആൾക്കാരും. അവരുടെ ജീവിതം, അവരുടെ ബർസഖി ജീവിതം, ഈ പറയുന്ന മരണത്തിന് ശേഷമുള്ള ആ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും. പിന്നെ വരുന്ന വിഭാഗം, ഒരു മൂന്നാമത്തൊരു വിഭാഗം കൂടിയുണ്ട്. അത് അവർ മുഅ്മിനീങ്ങളാണ്, പക്ഷേ അവർക്ക് കുറേ പാപങ്ങളുള്ളത് കാരണത്താൽ അവരെയും അള്ളാഹു എന്ത് ചെയ്യും, ശിക്ഷയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവർ എണീച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ വരും. അതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്, ഒരു കാരണവശാലും നമ്മളെ ആ റൂഹ് പിടിക്കുന്നൊരവസ്ഥ മുതൽ അങ്ങോട്ട് സന്തോഷത്തിൽ തന്നെ ഉണ്ടാവണേ അല്ലാ. അങ്ങേയറ്റത്തെ ആഹ്ലാദത്തിലായിരിക്കണേ റബ്ബേ. ഒരു തരി അള്ളാൻ്റെ ശിക്ഷ ഒരു രീതിയിലും അല്ലാഹുവേ നീ തരല്ലേ റബ്ബേ. അങ്ങേയറ്റത്തെ ശിക്ഷ, റബ്ബിൻ്റെ ശിക്ഷ ഒരിക്കലും നമുക്ക് താങ്ങാനാവില്ല. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും, റബ്ബിൻ്റെ എല്ലാ ശിക്ഷയിൽ നിന്നും, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും, ചെറുതും വലുതുമായ എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന്, അതേപോലെ തന്നെ എല്ലാ പാപങ്ങളും കഴുകി അള്ളാഹു കളഞ്ഞ് റബ്ബിൻ്റെ മുന്നിൽ ഏറ്റവും നല്ല പ്യൂരിഫൈ ചെയ്യുന്നൊരവസ്ഥയിലായിരിക്കണേ അള്ളാഹു തിരിച്ച് എടുക്കേണ്ടത് നമ്മളെ റൂഹ്. ഏറ്റവും നല്ല റാഹത്തിൽ തിരിച്ചെടുക്കണേ അള്ളാഹ്. നമ്മളുടെ മൗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഇതാണ് ഇവിടെ വരുന്നൊരു പോർഷന്. അപ്പോൾ ഈ അവിടുന്ന് നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ഒരിതാണ്. അവിടുന്ന് മുതൽ പിന്നെ നമ്മളെ ജീവിതം മാറി. പിന്നെ ഇനി അള്ളാഹു ഇവിടെ ബാക്കി യുവാക്കളുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോഴേക്ക് ഇവരുടെ എന്താ സംഭവിച്ചതെന്ന് അള്ളാഹു അത് ഇവിടെ വിവരിക്കുന്നില്ല. പക്ഷേ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നതിനാൽ ഇവർ തിരിച്ച് ഗുഹയിൽ പോയി അവിടെ കിടന്ന ഉടനെ പിന്നീട് അവരെ അള്ളാഹു മരണത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ അവരെ ജീവിതം അവിടെ നിന്ന് അവസാനിച്ചു. പിന്നെ അള്ളാഹു ഈ ദൃഷ്ടാന്തം മാത്രം അവിടെ നിലനിർത്തുന്ന രീതിയിലായിരുന്നു അവരെ ഇതുണ്ടായത്. അപ്പോൾ പിന്നെ ഇവർ തമ്മിലുള്ള സംസാരമായി. ആര് ഓൾറെഡി അവിടെ ഉണ്ടായ ജനത, ആ പിന്നെ പട്ടണത്തിലുണ്ടായ ആൾക്കാരുണ്ടല്ലോ, അവിടെ ഉണ്ടായ ജനത, ഈ വാക്കുകൾ മരണപ്പെട്ടു. യതനാസഊന ബൈനഹും അംറഹും, ഇവരുടെ കാര്യങ്ങൾ അവർ തമ്മിൽ എന്തായിരുന്നു, തർക്കിക്കുന്ന ഒരവസ്ഥ വന്നു. ഫഖാലു, അപ്പോൾ അവരൊരാൾ പറഞ്ഞ്, ഉബ്നു അലൈഹിം ബുനിയാന റബ്ബുഹും അഅലമു ബിഹിം, അവരുടെ മുകളിൽ എന്ത് ഒരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരാളിനെ അള്ളാഹു അഅലമു ബിഹിം, അവർ റബ്ബുഹും അഅലമു ബിഹിം, റബ്ബാകുന്നവരെ പറ്റി കൂടുതൽ അറിയുന്നവനാകണം. പിന്നെ ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം, തങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ ഈ വിജയം നേടിയവർ എന്ന് വെച്ചാൽ ഒരാൾ ഈ കൂട്ടത്തിൽ കുറച്ചും കൂടി മേലെ നിൽക്കുന്ന ഒരു തലവൻ എന്നുള്ള രീതിയിൽ ഒരാൾ പറഞ്ഞ്, ലനത്തഖിദന്ന അലൈഹി മസ്ജിദ, ഇവർ ഉള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് ആൾക്കാർ അറിയാൻ, പിന്നീട് ഭാവിയിൽ വരുന്നവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവിടെ ഒരു പിന്നെ പള്ളി നമുക്ക് പണിയാം. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, ലനത്തഖിദന്ന അലൈഹി മസ്ജിദ. അപ്പോൾ ആ സന്ദർഭത്തിൽ, ആ കാലഘട്ടത്തിൽ ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ഖബർ പൊന്തിച്ച് കെട്ടലും അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ അത് നബി വിലക്കിയിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ ഖബർ പൊന്തിച്ച് കെട്ടാനോ അതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യമായിട്ട് ആൾക്കാരെ ഒന്ന് ആദരിക്കുന്ന രീതിയിൽ അങ്ങനൊന്നും നമുക്ക് പറ്റൂല. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആയത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ
യുവാക്കളുടെ മരണം ആണ് സംഭവിക്കുന്നത്. ഈ യുവാക്കൾ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് അവരെ അള്ളാഹു തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് മരണത്തോട് തന്നെ തിരിച്ചു കൊണ്ടുപോയി. മറ്റത് ഉറങ്ങിക്കിടക്കുന്നതായിരുന്നു, ഇത് അള്ളാഹു തിരിച്ച് കൊണ്ടുപോയി. അതിന് ശേഷം നടന്ന സംഭാഷണങ്ങളൊക്കെയാണ് ഈ രീതിയിൽ. അള്ളാഹു നമ്മളെ എല്ലാ രീതിയിലും സംരക്ഷിച്ച് ഏറ്റവും നല്ല മരിക്കാനും ചിരിച്ചോണ്ടും ആഹ്ലാദത്തോടെ തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് പോകാനും ഏറ്റവും നല്ലൊരവസ്ഥയിൽ കൂട്ടിക്കൊണ്ടുപോകാനും ഒരു പ്രയാസമില്ലാണ്ട് സക്കറാത്ത് അള്ളാഹു ഏറ്റവും നല്ല എളുപ്പമുള്ള സക്കറാത്താക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ റഹ്മാനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കിവിടെ ഇതിൻ്റെ തജ്വീദ് നിയമങ്ങൾ നമുക്ക് വിവരിക്കാം ഇൻഷാ അല്ലാഹ്. വകദാലിക വാവ് സാധാരണ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാവ് ചുണ്ട് റൗണ്ടാക്കി തന്നെ പറയാം. വകദാലിക ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ദാൽ അദ് ദ വകസ പറയരുത്. വകദാലിക അഅ്സർന ഐന് സുക്കൂൻ കൃത്യമായി ഉച്ചരിക്കുക. നല്ല എന്താ പറയുക ഒഴുക്കി പറയും. ഇങ്ങനെ അഅ്സർന എന്ന് പറയുന്നത് കൽക്കലേണ്ട അവസ്ഥയിൽ വരരുത്. ഹംസയും ഐനും രണ്ടും തൊണ്ടിയും തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഫ്ലോ നമുക്ക് പറയുമ്പോൾ രണ്ടും ഒന്നുകിൽ രണ്ട് ഐനോ അല്ലെങ്കിൽ രണ്ട് ഹംസാവും ആ ലെവലിൽ വരരുത്. അഅ്സർന അങ്ങനെ തന്നെ വരണം. പിന്നെ സ എന്തെന്ന് കൃത്യമായി പറയാം. സ എന്നുള്ള രീതി അസർന എന്നാവരുത്. അഅ്സർന റ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. അലൈഹിം ലിയഅലമു ഒക്കെ ഐനൊക്കെ കൃത്യമായി പറയാം. ലിയഅലമു എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഒഴുക്കി പറയാം. ലിയഅലമു അന്ന ഇവിടെ മദ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല നീട്ടി ഓതാം. ലിയഅലമു 4 മുതൽ 5 ഹറക്ക വരെ നീട്ടേണ്ടത് ഇവിടെ മദ് മുൻഫസിലാണ്. നമുക്ക് ഓപ്ഷനാണ് നീട്ടാതിരിക്കുകയും ചെയ്യാം. അന്ന നൂൻ്റെ മുകളിൽ ശബ്ദം വന്നതുകൊണ്ട് നല്ലോണം മണിക്കുക. അന്ന വഅദ വീണ്ടും ഐന് സുക്കൂൻ നല്ല ഒഴുക്കി പറയാം. വഅദ വഅദല്ലാഹി അല്ലാഹ് നല്ല ഹെവിയാക്കി പറയാം. വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന ഹ തൊണ്ടി തന്നെ പറയാം. ഹഖ് ഖാഫിന് ശബ്ദം വന്നുകൊണ്ട് ഡബിളാക്കി പറയണം, നല്ല ഹെവി ആക്കിയിട്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഹഖു വാവ് അവിടെ വരുന്നത് തൻവീന് ശേഷം വാവ് വരുമ്പോൾ ഇദ്ഗാമാണ്. അപ്പോൾ തൻവീൻ്റെ ഹഖുൻ എന്നുള്ള നൂന് സുക്കൂൻ്റെ ആ സൗണ്ട് മാറ്റിയിട്ട് നേരെ വാവിലേക്ക് ലയിപ്പിച്ച് പറയുക. ഹഖു വഅന്ന പിന്നെ നൂൻ്റെ മുകളിൽ ശബ്ദം വന്നുകൊണ്ട് അതും ഇതാക്കുക നല്ലോണം മണിക്കുക. വഅന്ന സ്സാഅത സീൻ്റെ മുകളിൽ ശബ്ദം വരുമ്പോൾ ഡബിളാക്കി പറയും. വഅന്ന സ്സാഅത ലാ റൈബ റ ഹെവി ബാക്കിയൊക്കെ ലൈറ്റ്. റൈബ യാന് സുക്കൂൻ ടൈം കൊടുക്കുക. ലാ റൈബ ഫീഹ ഇദ് യതനാസഊൻ അവിടെ നിർത്തുന്നില്ല. ലാ റൈബ ഫീഹ എന്നിട്ട് നിർത്താം. അതെല്ലാം നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഓതുന്നുണ്ടെങ്കിൽ അവിടെ ലാ റൈബ ഫീഹ ഇദ് യതനാസഊന ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ മദ് മുൻഫസലാണ്. 4 മുതൽ 5 ഹറക്ക വരെ നീട്ടാം. ഇദ് ദാലിന് സുക്കൂൻ ഓരോ സുക്കൂൻ എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നതാണ് ടൈം കൊടുക്കുക. ഇദ് യതനാസഊന ഒക്കെ ഹറക്കകൾ യതനാസ ഒക്കെ ഫത്ഹ ടൈമിങ് ഒരേപോലെ പോകണം. യതനാസഊന ബൈനഹും അംറഹും ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവി ആക്കരുത്. അംറഹുൻ്റെ റ മാത്രമേ ഉള്ളൂ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റാണ്. പിന്നെ ഇടയിൽ സുക്കൂനിൻ്റെ മീം ശേഷം വരുന്ന ഹംസ ഒക്കെ ലൈറ്റായിട്ട് നമ്മൾ മണിക്കാതെ തന്നെ പറയണം. ബൈനഹും അംറഹും അങ്ങനെ പറയരുത്. ബൈനഹും അംറഹും ഒക്കെ എന്താണ് ഇദ്ഹാർ ഷഫവി, അവിടെ ഒന്നും മണിക്കണ്ട. ഫഖാലു ഖ ഹെവി, ഖാഫ് ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. ഫഖാ ഖ അല്ല ഖ. ഫഖാലു ബനു അവിടെ പിന്നെ ഹംസത്തിൽ വസ്ൽ വന്നുകൊണ്ട് നേരെ എന്ത് വരുന്നത് ബാലേക്ക് നമ്മൾ പോകേണ്ടത്. ഫഖാലു ബുനു അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ഫഖാലു ബനു നേരെ ബാന്. ഇപ്പോൾ ബാന് എന്താ ഉള്ളത് സുക്കൂന് വന്നുകൊണ്ട് എന്ത് വരുന്നത് കൽക്കല, അതാണ് ബ് എന്നുള്ള സൗണ്ട് വരണം. ഫഖാലു ബനു അലൈഹിം ബുന്യാന
ഇവിടെ സുക്കൂൻ്റെ മീയും ശേഷം ബ വന്നുകൊണ്ട് ഇഖ്ഫ എന്നതുകൊണ്ട് മണിച്ച് തന്നെ ഓതണം. അലൈഹിം ഐൻ യാന് സുക്കൂൻ ഒക്കെ ടൈം കൊടുക്കുക. അലൈഹിം ബുന്യാന റബ്ബുഹും അവിടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഓതുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്താവും അലൈഹിം ബുന്യാന റബ്ബുഹും. അപ്പോൾ അവിടെ ആ തൻവീന് റാലേക്ക് ലയിപ്പിച്ചിട്ട് പറയേണ്ടത്. അപ്പോൾ ഇന്ന് പിന്നെ ഇതില്ല എന്താ പറയണ്ടേ, മണിക്കാതെ സാധാരണ തന്നെ പറയാം. എന്താ കണ്ട് ഇദ്ഗാം ബിലാ ഗുന്യാൻ. അപ്പോൾ അതുകൊണ്ട് മണിക്കാതെ ബുന്യാന നൂന്ന് നേരെ റാലേക്ക് പോകുന്ന നേരെ മറിച്ച് നമ്മൾ നിർത്തുന്നുണ്ടെങ്കിൽ ബുന്യാന ഫഖാലു ബുനു അലൈഹിം ബുന്യാന അങ്ങനെ നിർത്താം. റബ്ബുഹും അഅലമു ബിഹിം. ഇപ്പോൾ റാ ഹെവി, പിന്നെ ബാക്കിയൊക്കെ ലൈറ്റ്. റബ്ബുഹും അഅലമു ബിഹിം ഒക്കെ ടൈമെല്ലാം ഓരോ ദമ്മക്കൊക്കെ ചുണ്ട് നല്ലോണം കൂർപ്പിച്ചിട്ട് തന്നെ പറയാം. റബ്ബുഹുമിലെ റാ ഹെവി, ബ ഡബിൾ. റബ്ബുഹും ഇരട്ടിപ്പിച്ച് പറയാം. റബ്ബു പറയുമ്പോൾ ചുണ്ട് നല്ലോണം കൂർത്തിട്ട് തന്നെ വരണം. റബ്ബോ അല്ല, റബ്ബു. അപ്പോഴാണ് കറക്റ്റ് ഹറക്കകളുടെ സൗണ്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരാം. പിന്നെ അടുത്തത് വീണ്ടും ഖാഫ് ഹെവി. ഖാലല്ലദീന ദാൽ കൃത്യമായി പറയാം. ഖാലല്ലദീന ഖാലല്ല എന്നൊരു അധികം അമർത്തണ്ട. ലാമിൻ്റെ മുകളിൽ സാധാരണ രീതിയിൽ പറഞ്ഞാൽ മതി. ഖാലല്ല 2 ഹറക്ക. ഖാലല്ലദീന ഗലബു ഗൈൻ ഹെവി. ഗലബു അലാ അംരിഹിം വീണ്ടും മറ്റ് മുൻഫസിലാ വന്നിട്ടുള്ളത് 4 മുതൽ 5 ഹറക്ക വരെ നീട്ടാം. അലാ അംരിഹിം റാനി കസ്ര വന്നുകൊണ്ട് ഇവിടെ റാ ഹെവി അല്ല, ലൈറ്റാണ്. അംരിഹിം ലനത്തഖിദൻ അവിടെ ഖ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. പിന്നെ അതുകൂടാണ്ട് താൻ്റെ മുകളിൽ ഷദ്ദ വരുമ്പം ഇരട്ടിപ്പിച്ച് തന്നെ പറയാം. ലനത്ത. പിന്നെ ഖാൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് താ ഹെവി ആയി പോയത്, അത് കൃത്യമായി ശ്രദ്ധിക്കുക. ലനത്തഖിദന്ന നൂൻ്റെ മുകളിൽ ഷദ്ദ നല്ലോണം മണിക്കുക. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അലൈഹിം സുക്കൂനിലെ മീം ശേഷം മീം വരുന്നത് ഇവിടെ വരുന്നത് ഇഖ്ഫ അല്ല സോറി ഇദ്ഗാം ഷഫവി. കൃത്യമായി നല്ലോണം മണിച്ച് തന്നെ ഓതുക. അലൈഹിം മസ്ജിദ. സീൻ്റെ സുക്കൂൻ ടൈം കൊടുക്കുക. മെസ് സൗണ്ട് നല്ല സഫീറിൻ്റെ സൗണ്ട് വരണം. അതുകൂടാണ്ട് നല്ല കാറ്റ് മെസ് എന്നുള്ള സൗണ്ട് വരണം, കാറ്റോടും കൂടി പോകണം. മസ്ജിദ മസ്ജിജ ഒക്കെ പറയുമ്പോൾ കൃത്യമായി പറയാം. മസ്ജിദ നിർത്തുമ്പോൾ 2 ഹറക്ക നീട്ടി നിർത്തുക. മസ്ജിദ മസ്ജിദ എന്ന് പറഞ്ഞിട്ട് പോകാനും പാടില്ല. ഓക്കെ, ഓവറായിട്ട് നീട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.